ഭരണഘടനാ ഭേദഗതി ആവശ്യവുമായി RSS. സോഷ്യലിസം, മതേതരത്വം എന്നീ പദങ്ങൾ ഇനി വേണ്ട. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരം എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന് RSS സംഘടനയുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ ഇന്ദിരാഗാന്ധി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് RSS നേതാവിന്റെ വിവാദ പരാമർശം. രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട ദത്താത്രേയ ഇന്ത്യയിലെ ജനാധിപത്യത്തെ നിർവചിക്കുന്ന മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയ പദങ്ങൾ ഭരണഘടനയിൽ തിരികെ കയറ്റിയതാണെന്നും ഈ വാക്കുകൾ അവിടെ തുടരണമോ എന്ന് നാം ചിന്തിക്കണമെന്നും പറഞ്ഞു. അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയവരാണ് ഇന്ന് ഭരണഘടനയുടെ പകർപ്പുമായി നടക്കുന്നത്. അവർ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പൂർവികരാണ് അത് ചെയ്തത്. രാജ്യത്തിന് വേണ്ടി കോൺഗ്രസ് മാപ്പ് പറയണമെന്നും RSS നേതാവ് പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നമിട്ടായിരുന്നു പരാമർശം. നേരത്തെ തന്നെ ഇത്തരമൊരു ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നതാണ്. 2024 നവംബറിൽ സമാനമായ ആവശ്യം ഉയർന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. സോഷ്യലിസം എന്നത് അതിന്റെ പുസ്തകത്തിൽ പറയുന്ന രീതിയിൽ സർക്കാർ നിയന്ത്രിത സാമ്പത്തിക സംവിധാനം എന്ന് കണക്കാക്കേണ്ടതില്ല. ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാവർക്കും തുല്യ അവസരവും വികസനവും ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ക്ഷേമരാഷ്ട്ര സങ്കല്പമായി അതിനെ കണ്ടാൽ മതി. മതേതരത്വം എന്നത് ഒരു പൗരന്റെയും മതസ്വാതന്ത്ര്യവും കൂടി ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാക്കുകളിലും പ്രശ്നമില്ല എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. അതേസമയം ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരം എന്നീ വാക്കുകൾ നീക്കണമെന്ന് RSS ജനറൽ സെക്രട്ടറിയുടെ പരാമർശം ഭരണഘടനയെ തകർക്കാനുള്ള ദീർഘകാല ഗൂഢാലോചന എന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഭരണഘടനയുടെ ആത്മാവിന് നേരെയുള്ള ആക്രമണമെന്നും കോൺഗ്രസ് വിമർശിച്ചു. ഭരണഘടന കത്തിച്ച ചരിത്രമുള്ള സംഘടനയാണ് RSS. ഭരണഘടനയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തെ കോൺഗ്രസ് ചെറുക്കണമെന്നാണ് വ്യക്തമാക്കിയത്.